എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് സീസൺ 7 മത്സരാർത്ഥി രേണു സുധി. രേണുവിന് അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ രേണുവിനെ എല്ലാവർക്കും അറിയാം. രേണു ബിഗ് ബോസിലേക്ക് പോകാൻ കാരണം തന്നെ രേണുവിന് കിട്ടിയ നെഗറ്റീവ് എന്നോ പോസിറ്റീവ് എന്നോ എന്ത് പറയണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു റീച്ച് ഭയങ്കരമായിട്ട് രേണു സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അങ്ങനെയായിരുന്നു ബിഗ് ബോസിലേക്ക് പോയത് തന്നെ. എന്തായാലും അതായത് രേണുവിന് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്ന എല്ലാ നെഗറ്റീവുകളൊക്കെ ഒരുപാട് കുറഞ്ഞ് കുറച്ചൊരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ആണ് രേണു പുറത്തിറങ്ങിയത്. പുറത്തിറങ്ങി കഴിഞ്ഞിട്ടും രേണുവിന് ഇപ്പം വിന്നറിനോ റണ്ണറപ്പിനോ മറ്റാർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഇനോഗ്രേഷൻസ്, ഫങ്ഷൻസ്, വിദേശയാത്രകൾ അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. രേണുവിന് ഉണ്ടാവുന്ന ഓരോ സംഭവങ്ങളിലും നെഗറ്റീവായിട്ട് വീഡിയോ ചെയ്യാനും അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യാനും ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ കൂടി രേണു അത് ആ ഒരു രീതിയിൽ ആ ഓപ്പർച്യൂണിറ്റി ശരിക്കും യൂട്ടിലൈസ് ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെയായിരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ബിഗ് ബോസിന് ശേഷം കിട്ടിയ പോസിറ്റീവായിട്ടുള്ള ആ റീച്ച് രേണു ആണോ അല്ലെങ്കിൽ രേണുവിനെ കുറിച്ച് പറയുന്നവരാണോ അല്ലെങ്കിൽ രേണുവിനെ വെച്ച് കാര്യങ്ങൾ ചെയ്യാൻ റീച്ച് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുക ആരൊക്കെയാണോ എല്ലാവരും കൂടെ ചേർന്ന് രേണു വീണ്ടും നെഗറ്റീവ് ഷെയ്ഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം രേണു പോസിറ്റീവിനേക്കാളും കൂടുതൽ ആസ്വദിക്കുന്നത് നെഗറ്റീവാണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രേണുവിനെ നന്നായിട്ട്. രേണു ബിഗ് ബോസിൽ പോയി വലിയ ഗെയിമൊന്നും കളിച്ചില്ല. രേണുവിനെ കുറിച്ച് കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ. രേണു പുറത്ത് വന്ന് നല്ല രീതിയിൽ പോകുന്നത് കാണുമ്പം ഒരുപാട് സന്തോഷവും ഉണ്ടായിരുന്നു. പക്ഷെ കുറേ പേര് രേണുവിൻ്റെ നെഗറ്റീവ് പറയാൻ വേണ്ടി തന്നെ നിൽക്കുന്നുണ്ട്. അവരിങ്ങനെ ഓരോ ദുബായിൽ പോകുന്ന കാര്യത്തെക്കുറിച്ചും ഓരോ കാര്യത്തെക്കുറിച്ചും നെഗറ്റീവുകൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ രേണുവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രേണു ഈ പോസിറ്റീവ് കമൻറ്റുകളും പോസിറ്റീവ് പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ നെഗറ്റീവ് പറയുന്നതിനെയും നെഗറ്റീവ് കമൻറ്റുകളൊക്കെ ശ്രദ്ധിക്കുകയും ആ നെഗറ്റീവ് കമൻറ്റുകൾക്കൊക്കെ റിയാക്ഷൻ കൊടുക്കുകയും അത് കുറച്ചുകൂടെ വൈറലാക്കുകയും കുറച്ചുകൂടെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് രേണു മനഃപൂർവ്വം ചെയ്യുന്നതാണോ അതോ അങ്ങനെയൊക്കെ, അതായത് രേണു ഇൻ്റർവ്യൂ കൊടുക്കുമ്പം ഇൻ്റർവ്യൂവേഴ്സ് ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളും ഉണ്ട്. അതിപ്പം എല്ലാം നെഗറ്റീവായിട്ടുള്ള ഓരോ കാര്യങ്ങൾ രേണു അതിന് എല്ലാത്തിനും ആൻസർ കൊടുക്കുന്നു. പിന്നെ എന്നാൽ കുറച്ചും കൂടി ഞാനായിട്ട് ഇട്ട് തരാം, അല്ലെങ്കിൽ നിങ്ങൾ ഇതും കൂടെ പറയ് എന്ന രീതിയിൽ കുറച്ച് നെഗറ്റീവ് കണ്ടന്റുകളും കൂടെ അങ്ങ് കൊടുക്കുന്നു. അങ്ങനെ രേണു വീണ്ടും ഒരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക്, നെഗറ്റീവ് റീച്ചാണ് രേണു കൂടുതൽ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല. ഒരു പക്ഷേ രേണുവിൻ്റെ ചിന്താഗതിയിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി പോകും. ഞാൻ അങ്ങനെയൊക്കെ എൻ്റെ ഒരു ഊഹം പറയാനുള്ളതല്ലല്ലോ മറ്റൊരു വ്യക്തിയുടെ എന്താണെന്ന്. എന്നാലും എനിക്ക് ഇതൊക്കെ ചിലതൊക്കെ കണ്ടപ്പോൾ അങ്ങനെ തോന്നി. വെറുതെ ഒരു ആവശ്യവുമില്ലാതെ ആ വീടിനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ രേണുവിൻ്റെ മക്കൾക്ക് ഫാദറും കുറച്ച് പേര് ഇഷ്ടദാനമായി കൊടുത്തതാണല്ലോ ആ വീട്. നമുക്കൊരു വസ്തു ഒരാൾ സന്തോഷത്തോടെ തരുമ്പം ഇനിയിപ്പോൾ അതിനെന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടെങ്കിൽ പോലും നമ്മളെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം. അതിനെക്കുറിച്ച് കുറ്റം പറഞ്ഞ്, അതായത് നമ്മൾ പറയില്ലേ ദാനം കിട്ടിയ പശുവിന്, അങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ. അതുപോലെ ഇപ്പം അതിന് ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിനിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ച് ആ കൊടുത്ത ആൾക്കാരെ മോശക്കാരാക്കുന്ന രീതിയിലുള്ള 1-2 വീഡിയോസ് അത് ഞാൻ കണ്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്തു വെച്ച് കുറേ പേര് റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആ വീഡിയോസും കാണുന്നുണ്ട്. അന്നൊന്നും എനിക്ക് വീഡിയോ ചെയ്യാൻ തോന്നിയിരുന്നില്ല. പക്ഷെ ഇന്നലെ ഒരു വാർത്ത കണ്ടു. ഈ ഇഷ്ടദാനം കൊടുത്ത ഈ വീട് ആ കൊടുത്ത ഫാദർ തിരിച്ചെടുക്കാൻ വേണ്ടി നോട്ടീസ് അയച്ചു എന്ന്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു വകുപ്പുണ്ട്. കാരണം നമ്മൾ ഇഷ്ടദാനമായിട്ട് ഒരാൾക്ക് കൊടുത്താൽ അത് കൊടുത്തയാൾക്ക് തിരിച്ചെടുക്കാമല്ലോ. രേണു അതിനു മുമ്പ് വേറൊരു വീഡിയോയിൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, രേണു പറയുന്നുണ്ടായിരുന്നു എൻ്റെ മക്കൾക്ക് കൊടുത്തതാണ്, അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ താമസിക്കും, ഞങ്ങളെ ഇറക്കി വിടാൻ ആർക്കും കഴിയില്ല എന്നൊക്കെയുള്ള രീതിയിൽ. പക്ഷെ രേണുവിൻ്റെ അറിവില്ലായ്മ ആയിരിക്കാം അത്. കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എന്തൊക്കെയാണേലും ഇപ്പം ആരെങ്കിലുമൊക്കെ വന്നിട്ട് രേണുവിന് വീട് കിട്ടിയതിനെക്കുറിച്ചും രേണു അങ്ങനെ പോകുന്നതിനെ കുറിച്ച് അനാവശ്യമായിട്ട് രേണുവിനെ ഒരുപാട് പറയുന്നുണ്ട്. അതിലൊക്കെ വിഷമിച്ചിട്ടും അതൊക്കെ കേട്ട് ദേഷ്യം വന്നിട്ടും ആയിരിക്കും രേണു പല രീതിയിൽ പ്രതികരിച്ചത്. ആ പ്രതികരിക്കുന്നതിൻ്റെ കൂടെ വീടിനെ കുറിച്ചും
കുറച്ച് കമന്റ് അല്ലെങ്കിൽ നെഗറ്റീവ് പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പേര് രേണുവിന് വീട് കിട്ടിയതിനെ കുറിച്ചും അല്ലെങ്കിൽ ഇങ്ങനെ കിട്ടിയൊരു വീട്ടിലല്ലേ രേണു ഉറങ്ങുന്ന അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുക. അപ്പൊ അത് രേണുവിനെ ചൊടിപ്പിച്ചിട്ട് ആ വീടിന്റെ കുറ്റം പറയാനും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ, അതായത് രേണുവിന്റെ കൂടെ നിന്ന് വീഡിയോ ചെയ്യാൻ കുറെ പേര്. കാരണം അവർക്ക് റീച്ച് മതി. ഇങ്ങനെയൊരു കാര്യം പുറത്തേക്ക് വിടുമ്പം അത് റീച്ചാണല്ലോ. അവര് വീഡിയോ ചെയ്തു, ഓരോരുത്തരും വീഡിയോ ചെയ്തു. അപ്പം ആ ഫാദറിനെ പോലുള്ളൊരു വ്യക്തിയൊക്കെ ബഹുമാന്യനായ വ്യക്തിയാണ്. അദ്ദേഹത്തെയൊക്കെ മനസ്സൊക്കെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോകളൊക്കെ ചെയ്ത് എന്നൊക്കെ ആണല്ലോ. അപ്പൊ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. കാരണം രേണു ഉണ്ട്. അപ്പൊ എല്ലാം കൂടെ രേണു വീണ്ടും നെഗറ്റീവ് മാറി പോസിറ്റീവ് ആകുമോ എന്ന് ചോദിച്ചെടുത്തുനിന്ന് വീണ്ടും ഞാൻ ചോദിക്കുന്നത്, വീണ്ടും പോസിറ്റീവ് മാറി നെഗറ്റീവ് ആകുമോ? അല്ലെങ്കിൽ ഈ ഒരു കാര്യമൊക്കെ കിട്ടി ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും എന്നങ്ങനെയൊക്കെ പറയുന്നു. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ, ആ ഫാദർ ക്ഷമിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അത് ഇവരായിട്ട് വരുത്തി വെച്ച കാര്യമാണ്. രേണുവിന് ഓരോ ആവശ്യം ഉണ്ടായിരുന്നില്ല. രേണുവിന്റെ കൂടി രേണുവിനെ ഇങ്ങനെ എരികേറ്റി കൊടുക്കാൻ കുറച്ച് പേര് കൂടെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അവരൊക്കെ വീഡിയോ ചെയ്ത് റീച്ചുമാക്കി അവരവരുടെ വഴിക്ക് പോയി. നഷ്ടം വരുന്ന രേണുവിന്റെ മക്കൾക്കും മാത്രമാണ്. അതൊക്കെ ഒന്ന് ചിന്തിക്കായിരുന്നു. കാരണം രേണുവിനെ ശരിക്കും ഒരുപാട് പേര് സഹായിച്ച്, അല്ലെങ്കിൽ നമ്മളെ ഒരാൾ സഹായിക്കുമ്പം നമ്മൾ അവരോട് എന്തൊക്കെയാണെങ്കിലും നന്ദിയുള്ളവരായിരിക്കണ്ടേ. അവർക്ക് ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ നമുക്കൊരു വീടുണ്ടാക്കി തരേണ്ടതും അങ്ങനെ. അപ്പം എന്നിട്ടും അവരത് ചെയ്യുമ്പം അതിന് വീണ്ടും കുറ്റം പറഞ്ഞ്, അല്ലെങ്കിൽ അവർക്ക് മനസ്സിനൊരു വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ. ഇതിനെല്ലാം കാരണം രേണുവിന് മനസ്സിനുണ്ട്. രേണുവിനെ ആ വീട് കിട്ടിയതിന്റെ പേരിൽ ഒരുപാട് പേര് രേണുവിന് പിന്നെ വേറൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ വിമർശിച്ചപ്പോൾ രേണു അതിന് മറുപടിയായിട്ട് ആണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടിയത്. പക്ഷെ അത് വേണ്ടായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഈ പ്രശ്നങ്ങളൊക്കെ മാറി എല്ലാവരും തമ്മിൽ രമ്യതയിൽ എത്തട്ടെ. അങ്ങനെ രേണു വീണ്ടും പോസിറ്റീവായിട്ട് തന്നെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.